കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തു നിന്നും ദേശീയ തലത്തിലും ധാരാളമായി സർവേ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ സർവേ ഫലങ്ങളുടെ ആകെത്തുക എടുക്കുമ്പോൾ UDFന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്നുള്ളത് വ്യക്തം. സംസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട ചാനലുകൾ നടത്തിയ സർവേയിലാണ് LDFും UDFും തമ്മിലുള്ള ഒപ്പത്തിനൊപ്പം മത്സരം, LDFന് ഒരു എഡ്ജ് എന്ന നിലയിലൊക്കെയുള്ള സൂചനകൾ വരുന്നതെങ്കിൽ ദേശീയ തലത്തിലുള്ള സർവേകളിൽ അധികവും UDFന് അനുകൂലമായ ഒരു വികാരമാണ് പ്രതിഫലിക്കുന്നത്. ചില സർവേകളിലൊക്കെ 100-ലധികം സീറ്റുകൾ UDF നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ 4 ഘട്ടങ്ങളിലായി ടീം PSR നടത്തിയ സർവേ ഫലങ്ങൾ, അതിൽ 3 എണ്ണവും നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു നേരത്തെ. 4ാം ഘട്ട സർവേ ഫലം, അതായത് ഏപ്രിൽ 6-ാം തീയതി അവസാനിക്കുന്ന ദിനത്തിൽ, അതിനു മുമ്പുള്ള ഒരാഴ്ച കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് 2 മുന്നണികളുടെയും പ്രകടന പത്രികകൾ വന്ന് അത് ജനം വിലയിരുത്തി, അതിൽ ജനങ്ങൾ എങ്ങനെ ആകർഷകരായിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ചർച്ചയായ ആ ആഴ്ചയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഏറ്റവും പുതിയ ഡാറ്റയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സർവേ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയ ആദ്യ സർവേയിൽ UDF 85 സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു, LDF 63 സീറ്റ്. അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച, അതായത് പ്രചരണം, സ്ഥാനാർത്ഥികളൊക്കെ ആയി പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരാദ്യഘട്ടം, ആ ഘട്ടത്തിൽ 66 സീറ്റുകൾ വരെ UDFന് നേടാൻ സാധിക്കുമെന്നും 73 സീറ്റുകൾ വരെ നേടാൻ LDFന് സാധിക്കുമെന്നും, അതായത് കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് LDFന് എത്താൻ സാധിക്കുമെന്നും ഈ 2ാം ഘട്ട സർവേയിൽ വ്യക്തമായിരുന്നു. അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന സർവേ, അതായത് പ്രകടന പത്രികകൾ വന്നതിന് ശേഷം ഇന്ദിരാ ഗ്യാരണ്ടി ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ 3ാം വാരത്തിലെ സർവേ ഫലങ്ങൾ വരുന്നത്. 76 മുതൽ 83 വരെ സീറ്റ് UDF നേടുമ്പോൾ 54 മുതൽ 64 വരെ സീറ്റാണ് LDFന് പ്രവചിക്കുന്നത്. 0 മുതൽ 3 സീറ്റുകൾ വരെ BJPക്ക്, അതായത് BJP സീറ്റ് നേടാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് സർവേ പറയുകയാണ്. നേരത്തെ 1 മുതൽ 3 വരെ സീറ്റുകൾ ആദ്യഘട്ട സർവേയിലും 3 മുതൽ 7 വരെ സീറ്റുകൾ 2ാം ഘട്ട സർവേയിലും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്ദിരാ ഗ്യാരണ്ടി ജനങ്ങൾക്കിടയിൽ ഒരു വലിയ വികാരമായി മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ ഊന്നിയാണ് സംസ്ഥാനത്തെ സ്വിംഗ് സീറ്റുകളിൽ, അതായത് ഒപ്പത്തിനൊപ്പം പോരാട്ടം എന്ന് കരുതിയിരുന്ന പല മണ്ഡലങ്ങളിലും അത് UDFന് അനുകൂലമായി മാറുന്നുണ്ട് എന്ന അനാലിസിസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അങ്ങനെ ജനങ്ങളുടെ വികാരം UDFന് അനുകൂലമായി മാറുന്നുണ്ട്. ഈ പലയിടങ്ങളിലും ആർക്ക് വോട്ട് ചെയ്യുമെന്ന് തീരുമാനിക്കാതിരുന്ന ജനങ്ങൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ടാക്കിയ ഇമ്പാക്റ്റിലൂടെ UDFലേക്ക് തിരിയുന്നുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സർവേ ഫലം വരുന്നത്. അങ്ങനെ 54 മുതൽ 64 വരെ സീറ്റ് LDF നേടുമ്പോൾ 76 മുതൽ 83 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത UDFനുണ്ട് എന്ന് പറയുന്നു. UDFന് 43% വോട്ട്, LDFന് 41%, BJPക്ക് 15%. ഈ വോട്ട് ശതമാനം ഏകദേശം നേരത്തെയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നിന്നിരുന്നത്. ഏതായാലും മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് നിന്ന് തുടങ്ങിയാൽ, കാസർഗോട്ട് എന്തായാലും വലിയ അത്ഭുതങ്ങളൊന്നും ഈ സർവേ പറയുന്നില്ല. അവിടെ സ്വിംഗ് സീറ്റുകൾ എന്നുള്ള നിലയിൽ അവർ നേരത്തെ വിലയിരുത്തിയിരുന്ന സീറ്റുകളും ഉണ്ടായിരുന്നില്ല. അവിടെ 2-3 എന്ന നിലയിൽ LDFൻ്റെ ആധിപത്യം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ തൃക്കരിപ്പൂരാണ് ജയിക്കും എന്ന് UDF പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ്, പക്ഷേ അവിടെ 47% വോട്ട് LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ നേടും, 45% വോട്ടേ സന്ദീപ് വാര്യർക്ക് നേടാനാകൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉദുമയിലും 3% വ്യത്യാസത്തിൽ LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു ജയിക്കും എന്ന് പറയുന്നു. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ, കണ്ണൂരിൽ ഇപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും അടക്കമുള്ള ഇടങ്ങളിൽ ഒരു UDF മുന്നേറ്റം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഈ സർവേ പറയുന്നു. പക്ഷേ 2-ൽ നിന്ന് 4 സീറ്റിലേക്ക് എത്താൻ UDFന് സാധിക്കുമെന്ന് പറയുന്നു. അത് ഇരിക്കൂർ, കണ്ണൂർ, കൂത്തുപറമ്പ്, പേരാവൂർ, ഈ 4 സീറ്റുകൾ. പേരാവൂരിൽ 2% എഡ്ജാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫിന് ശൈലജ ടീച്ചറേക്കാൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ 4 സീറ്റുകൾ വരെ കണ്ണൂരിൽ നേടാനുള്ള സാധ്യത. വയനാട്ടിലേക്ക് വരുമ്പോൾ, വയനാട്ടിലെ 3 സീറ്റുകളും UDF ജയിക്കും എന്നാണ് പറയുന്നത്. അവിടെ ഒരു സിംഗ് സീറ്റ് ഉണ്ടായിരുന്നത് മാനന്തവാടിയാണ്. അവിടെ മന്ത്രി OR കേളു 2% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെടും എന്നാണ്, അതായത് ആ സിംഗ് സീറ്റ് UDFന് അനുകൂലമായി മാറുന്നു എന്നാണ് ഈ സർവേ ഫലം, ഈ 3ാം ഘട്ട സർവേ ഫലം പറയുന്നത്. കോഴിക്കോടേക്ക് വരുമ്പോൾ, കോഴിക്കോട് 4 സീറ്റുകൾ മാത്രമേ LDFന് നേടാനാകൂ എന്നുള്ളതാണ്. LDFന് നേടാൻ സാധിക്കുന്നത് പേരാമ്പ്രയും ബാലുശ്ശേരിയും എലത്തൂരും ബേപ്പൂരും മാത്രമാണ് എന്നതാണ്. അതിൽ തന്നെ ബാലുശ്ശേരിയിൽ 2% വ്യത്യാസമേ ഉള്ളൂ, പേരാമ്പ്രയിൽ 1% വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ അതിലധികം ഉണ്ടായിരുന്നു.
നേരത്തെ 7 സീറ്റുകൾ വരെ LDF നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞയിടത്ത് കാര്യങ്ങൾ മാറി മറിയുന്നു. ഇപ്പോൾ വടകരയിലായാലും കുറ്റ്യാടിയിലായാലും നാദാപുരത്തായാലും കൊയിലാണ്ടിയിലായാലും 2% വോട്ട് വ്യത്യാസത്തിൽ UDF സ്ഥാനാർത്ഥികൾ ജയിക്കും എന്നതാണ്. അതായത് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു. സിംഗ് സീറ്റുകളായിരുന്നു, അത് UDF അനുകൂലമായി മാറിയിരിക്കുന്നു എന്നർത്ഥം. കോഴിക്കോട് നോർത്തിലും സൗത്തിലും ഇതുപോലെ തന്നെയാണ്. നോർത്തിൽ 3% വ്യത്യാസമുള്ളപ്പോൾ സൗത്തിൽ 2% വ്യത്യാസമാണ് LDF UDF സ്ഥാനാർത്ഥികൾ തമ്മിൽ ഉള്ളത്. കുന്നമംഗലവും 2%, കൊടുവള്ളിയിൽ നല്ല വ്യത്യാസത്തിൽ വിജയിക്കും എന്ന് സർവേ പറയുന്നു. തിരുവമ്പാടിയിലും നല്ല വ്യത്യാസത്തിൽ, അതായത് 6% വ്യത്യാസത്തിൽ UDF ജയിക്കാനാകും എന്നാണ് ഈ PSR അവരുടെ സർവേയിൽ കൂടി വ്യക്തമാക്കുന്ന കാര്യം. മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറത്ത് അത്യത്ഭുതങ്ങൾ ഒന്നുമില്ല. അത്യത്ഭുതമെന്നല്ല, ഒരത്ഭുതവുമില്ല. അവിടെ 16 സീറ്റുകളും UDF നേടും എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. നേരത്തെയും അങ്ങനെ തന്നെയാണ്. അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല ഡാറ്റയിൽ എന്നുള്ളതാണ്. പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് LDF നേട്ടമുണ്ടാകുന്ന ഒരിടമാണ് എന്നുള്ള കാര്യം നേരത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൽ 3 സീറ്റുകൾ മാത്രമേ UDF ഈ സർവേയും പറയുന്നുള്ളൂ. തൃത്താലയിൽ 1% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ UDF വിജയിക്കും, VT ബൽറാം വിജയിക്കുമെന്ന് പറയുന്നു. മണ്ണാർക്കാട് നല്ല വ്യത്യാസത്തിൽ വിജയിക്കും. പാലക്കാട് 3% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തി രമേശ് പിഷാരടി ജയിക്കും എന്ന സൂചനയാണ് നൽകുന്നത്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിലും മാറ്റമുണ്ടാകുന്നുണ്ട്. 1-ൽ നിന്ന് 4-ലേക്ക് ഉയരാൻ സാധിക്കുന്നു. അവിടെ ഗുരുവായൂരിൽ 1% വോട്ടിൻ്റെ എഡ്ജ് UDF നൽകുകയാണ്. മണലൂരിൽ 2% വോട്ടിൻ്റെ എഡ്ജ് നൽകുകയാണ്. തൃശ്ശൂരിൽ 2% വോട്ട് വ്യത്യാസത്തിൽ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ വിജയിക്കുമെന്ന് പറയുന്നു. ചാലക്കുടി 2% വോട്ട് വ്യത്യാസത്തിൽ നിലനിർത്തും എന്നും ഈ സർവേ പറയുന്നു. അതായത് 1-ൽ നിന്ന് 4-ലേക്ക് തൃശ്ശൂരിൽ മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ്. എറണാകുളത്തേക്ക് വരുമ്പോൾ കളമശ്ശേരിയും കോതമംഗലവും മാത്രമാണ് LDF കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു. വൈപ്പിനും തൃപ്പൂണിത്തുറയും അവർ വിജയം പ്രതീക്ഷിക്കുന്ന ഇടങ്ങളാണ്. പക്ഷേ അവിടെ ഒരു 2% വോട്ടിൻ്റെ എഡ്ജ് UDF സ്ഥാനാർത്ഥികൾക്കാണ് എന്ന സൂചനയാണ് നൽകുന്നത്. കൊച്ചിയിലും 1% വോട്ടിൻ്റെ എഡ്ജ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസിന് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ CPM സിറ്റിംഗ് മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് അവർക്ക് നിലനിർത്താൻ സാധിക്കുക. അതും അങ്ങനെ അതീവ സുരക്ഷിതമല്ല. കളമശ്ശേരിയിൽ 1% വോട്ടിൻ്റെ വ്യത്യാസമേ പറയുന്നുള്ളൂ. കോതമംഗലത്ത് 45-44, അവിടെയും 1% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ചൂണ്ടിക്കാട്ടുന്നുള്ളൂ. ഇനി ഇടുക്കിയിലേക്ക് വന്നാൽ അവിടെ ഉടുമ്പൻചോല ഒഴികെ മറ്റൊരു സീറ്റിലും UDF സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ സാധിക്കില്ല. മന്ത്രി റോഷി അഗസ്റ്റിനും വലിയ വ്യത്യാസത്തിൽ പരാജയപ്പെടുമെന്നുള്ളതാണ്. 3% വോട്ടിൻ്റെ വ്യത്യാസം അവിടെ ഉണ്ടാകുന്നു എന്നതാണ്. കോട്ടയത്തേക്ക് വരുമ്പോൾ കോട്ടയത്ത് LDF 3 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. പാലായിൽ നേരത്തെ ആരാണ് എന്നുള്ളത് 1%ൻ്റെയൊക്കെ വ്യത്യാസത്തിൽ നിന്നിരുന്നതാണ്. അവിടെ ഒരു 2% ലീഡ് ജോസ് കെ മാണി പിടിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേ നൽകുന്ന സൂചന. വൈക്കവും ഏറ്റുമാനൂരുമാണ് പിന്നീട് LDF വിജയിക്കാൻ സാധ്യതയുള്ളത്. പൂഞ്ഞാറിൽ പോലും UDF അനുകൂലമായ വികാരം ഉണ്ടായിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിലും അത്തരമൊരു വികാരം, 2% എഡ്ജ് UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് സർവേ പറയുന്നത്. ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ 5 സീറ്റുകൾ വരെ UDF ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം എന്നീ സീറ്റുകളാണ് UDF അനുകൂലമായി സർവേ പ്രവചിക്കുന്നത്. അരൂർ, ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ സീറ്റുകൾ LDF വിജയിക്കും എന്നും. അപ്പോൾ അവിടെ ഒറ്റ സീറ്റ് ഹരിപ്പാട് മാത്രം ഉണ്ടായിരുന്നതാണ്. അവിടെ 4 സീറ്റുകൾ അധികം കിട്ടാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ കോന്നി ഒഴികെയുള്ള മറ്റ് 4 മണ്ഡലങ്ങളും UDF അനുകൂലമായി ചിന്തിക്കും. പക്ഷേ നേരിയ എഡ്ജ് മാത്രമാണ് UDF സ്ഥാനാർത്ഥികൾക്ക് നൽകുന്നത്. പക്ഷേ അത് ജയിക്കാൻ സാധിക്കും എന്ന സൂചനയാണ് നൽകുന്നത് സർവേ. കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്ത് നേരത്തെ UDF ഉണ്ടായിരുന്ന 2-ൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാവുകയാണ്. അതായത് 7 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത. കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, പത്തനാപുരം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം എന്നീ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ഇതിൽ ഇരവിപുരത്ത് നേരിയ വ്യത്യാസം മാത്രമാണ് LDFും UDFും തമ്മിലുള്ളത്. 2%. കൊല്ലത്തും 2% വ്യത്യാസമാണ് നൽകുന്നത്. അതോടൊപ്പം UDF ജയിക്കും എന്ന് സാധ്യത കൽപ്പിക്കുന്ന കുന്നത്തൂരിലും 2% വ്യത്യാസമാണ് ഈ സർവേ നൽകുന്നത്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും LDFിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് എന്നുള്ള കാര്യമാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. 3 സീറ്റുകൾ മാത്രം UDF പറയുന്നു. വട്ടിയൂർക്കാവും തിരുവനന്തപുരവും കോവളവും. ബാക്കിയുള്ള ഇടങ്ങളിൽ LDF സുരക്ഷിതമായി തന്നെ വിജയിക്കും എന്ന സൂചനയാണ് നൽകുന്നത്. ബാക്കി എല്ലായിടത്തും ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് നേരത്തെ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും അവിടെ 2% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഇപ്പോൾ ശിവൻകുട്ടിക്ക് ഒരു എഡ്ജുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഈ 14 ജില്ലകളും പരിശോധിച്ച് വരുമ്പോൾ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കോഴിക്കോടും
LDF UDF ടൈറ്റ് ഫൈറ്റ് നടക്കുകയായിരുന്നു എന്ന് കരുതിയിരുന്ന, നേരത്തെ LDFിലേക്ക് ചായുമെന്ന് കരുതിയിരുന്ന പല മണ്ഡലങ്ങളും UDFിലേക്ക് മാറുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇന്ദിരാ ഗ്യാരണ്ടിയെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ DK ശിവകുമാറും സിദ്ധരാമയ്യയും രേവന്ത് റെഡ്ഡിയും ഒക്കെ ഇവിടെ വന്ന് അവർ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഭരണം കിട്ടിയപ്പോൾ നടപ്പിലാക്കിയ ആ ഗ്യാരണ്ടി പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രകടന പത്രിക UDFിന് വോട്ടായി മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ സർവേ ഫലം നൽകുന്നത്. എന്തായാലും അന്തിമ ചിത്രം പരിശോധിക്കുമ്പോൾ 83 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത, കുറഞ്ഞ സാധ്യത എന്ന് പറയുന്നത് 74 സീറ്റാണ്. അതേസമയം LDFിന് 64 സീറ്റുകൾ വരെ മാത്രമേ നേടാനാകൂ എന്നുള്ള സൂചന നൽകുന്ന ഈ സർവേ ഫലം കേരളത്തിൽ പൊതുവായി ഇപ്പോൾ വിവിധ പ്രീപോൾ ഏജൻസികൾ നടത്തിയിട്ടുള്ള സർവേകളോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ ഈ സർവേ ഫലത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം.